ഒളിച്ചോടി കല്യാണം കഴിക്കുന്നവർ ഒരു കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ട്. നേരെ ചൊവ്വേ കല്യാണം കഴിക്കുന്ന മുതലാളിയും ശിവാനിയുടെ അമ്മയും സമയത്ത് എത്തുന്നില്ല. അല്ല, നമ്മുടെ മുതലാളിയുടെയും ശിവാനിയുടെ അമ്മയുടെയും കല്യാണം ഇന്നാ. എന്നാ ഹണീബി? അതല്ല, ആദ്യമായിട്ട് കല്യാണം കഴിച്ചിട്ട് പോകില്ലേ സ്ഥലം? അത് ഹണിബിയല്ല, ഗണിമൂ. അങ്ങനെ തെളിച്ചു പറ. പിള്ളേരുണ്ടാവാൻ വേണ്ടിയല്ലേ ഹണിമൂണിന് പോണേ? ഇവർക്ക് പിള്ളേരുണ്ടല്ലോ, പിന്നെ എന്തിനാ പോണേ? എടാ, മുതലാളിക്കൊരു മോനുണ്ട്, ചേച്ചിക്കൊരു മോളും ഉണ്ട്. രണ്ടുപേർക്കും ചേർന്നുണ്ടോ? ഇല്ലല്ലോ, അതിനുവേണ്ടിയാ പോകുന്നേ. അമ്മേ, അമ്മേ, അമ്മേ വേഗം റെഡിയാകമ്മേ, അവരെല്ലാരും പുറപ്പെട്ടു. ദാ വരുന്നു മോളെ. അതേ ബുദ്ധശ, ഞങ്ങൾ ഇറങ്ങുവാ. ശിവാനി, 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 മമ്മി, ശിവാനി, 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 സഞ്ജയ്, മര്യാദക്ക് എന്റെ മോളെ പുറത്തു വിടുന്നുണ്ടോ ഇല്ലയോ? നിന്റെ മോളോ നമ്മുടെ മോളെന്ന് പറ. നീ കല്യാണം കഴിക്കാൻ പോലെ പോ. കല്യാണം കഴിയുന്നതിന് മുമ്പ് മോളും ഞാനും കൽക്കട്ടയിലുണ്ടാവും. അയ്യോ, നീ ആരെ വേണേലും കല്യാണം കഴിച്ചു, അത് നിന്റെ ഇഷ്ടം. ഞാൻ നിന്നെ തടുക്കാൻ പോകുന്നില്ല. പക്ഷെ എന്റെ കുട്ടിയെ കാണുന്നതിന് ഞാൻ വേറൊരുത്തിന് അനുവാദം വാങ്ങണോ? അതൊരിക്കലും നടക്കില്ല. മുതലാളി വന്നല്ലോ. മുതലാളി, 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 മുതലാളി കൂട്ടണ്ട, ഇനിയും കല്യാണ പെണ്ണ് എത്തിയിട്ടില്ല. കല്യാണ പെണ്ണകത്തേക്ക് അത് വേറെ പെണ്ണാടാ. വെള്ളടിച്ച് വായിത്തൊന്ന് പറയല്ലേ. മുതലാളി തിരക്കൂട്ടണ്ട, കല്യാണ പെണ്ണ് വന്നിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. മുതലാളി തിരക്ക് കൂട്ടണ്ട, ഇനിയും കല്യാണ പെണ്ണ് വന്നിട്ടില്ല. എന്താടാ ഇത്? അമ്മയെ വിളിക്കുന്നേ. ഓ, പറയുമോടെ. അങ്കിൾ, എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല, സോറി. എന്താ മോളീ പറയുന്നേ? സോറി, ഞാൻ കല്യാണത്തിന് വരില്ല എന്ന് പറയാൻ നീ ഒരു ഗസ്റ്റ് അല്ല, കല്യാണ പെണ്ണാ. ഞാനിപ്പോ വരാൻ പറ്റാത്ത അവസ്ഥയിലാ. കല്യാണം ക്യാൻസൽ ചെയ്തോളാം. ഹലോ, ഹലോ, എന്താ? അവളിപ്പോ കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്തോ പ്രശ്നമുണ്ട്. കല്യാണത്തിന് ശേഷമല്ലേ പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് അങ്ങനെ ആയിരുന്നു. എടേ, എപ്പം നോക്കിയാലും വരും. ഭാസ്കർ, അവള് പറയുന്നത് കേട്ടിട്ട് ഇപ്പൊ ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യത്തിലാവള്. അവർക്ക് ഇങ്ങോട്ടല്ലേ വരാൻ പറ്റാത്തത്? നമുക്ക് അങ്ങോട്ട് പോവാലോ. അർണോൾ, മനസ്സിലായി മുതലാളി. ഇവന്റെ ഒരു കാര്യം എന്തെങ്കിലും പറഞ്ഞ അപ്പോ നിങ്ങൾ ഈ ജോലിയിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പോവാ. പാവ ഇംഗ്ലീഷുകാരല്ലേ, പറഞ്ഞോട്. എന്നെ ഈ സ്ഥലത്തുനിന്ന് പൊക്കാൻ പോവാ. അതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. ശരി, എന്നാ നീ പൊക്കടാ. ഞാൻ നിയമത്തിനനുസരിച്ച് ജീവിക്കുന്നവനാ. അതുകൊണ്ടാ 25 വർഷമായിട്ടും ഒരു കൊമ്പനെ കൊണ്ടും ഈ കസേരന്ന് എന്നെ മാറ്റാൻ പറ്റാത്തത്. ചെയറിന്നല്ലേ മാറ്റാൻ പറ്റത്തുള്ളൂ. ചെയറോടെ തന്നെ എടാ, എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? അയ്യോ, എന്തൊരു വെയിറ്റ് ആണോ ഇത്. എടാ, വീട് മാറിപ്പോയി. റോങ് നമ്പർ, റോങ് നമ്പർ. അടിച്ചത് ഓവറായോ? ഇത് ഫോണാണോ റോങ് നമ്പർ എന്ന് പറയാൻ? ഡോർ നമ്പറേ മാറിപ്പോയി. അങ്ങനെ നോക്കടാ. എടാ, വീട് മാറിപ്പോയടാ. മാറിപ്പോയി. സോറി സാർ. സോറി സാർ. നിക്ക് നിക്ക് നിക്ക്, ഇത് തന്നെ വീട്. മോളുടെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ട? അത് മോള് തന്നെയാ, ഫോട്ടോ അല്ല. ഹലോ, ആരാ നിങ്ങള്? ഞങ്ങളൊക്കെ ചെക്കന്റെ വീട്ടുകാരാ. ഇതാണ് റെജി ഓഫീസർ. പേര് അഴകസുന്ദരം. പേരില് മാത്രമേ ഉള്ളൂ, പേസിലുണ്ടാവില്ല. അതല്ല, നിങ്ങളാരാ? എടാ, പെണ്ണ് വീട്ടുകാരടാ. അപ്പൊ പെണ്ണ് ഈ നേരത്തും ബഹളോ? ഒന്നുമില്ല മുരളി. രജിസ്റ്റർ ഓഫീസ് റെഡി, രജിസ്ട്രാർ റെഡി, പെണ്ണും ചക്കര വന്നു കഴിഞ്ഞാൽ റെഡി, മാരേജ് റെഡിയാ. ഭാസ്കറിനെ വിളിക്കടാ. മുതലാളി, 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 മുതലാളി,
പെട്ടെന്ന് വാ, നല്ല സമയം കഴിയാറായി. എന്താടാ പൂജാരെ പോലെ പറയുന്നത്? മുതലാളി താലി കെട്ടിട്ട് ശേഷമായിരിക്കും നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോണേ. ശരി, നിങ്ങൾ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ നോക്ക്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വന്നേക്കാം. ഞാൻ രംഗസ്വാമി. എൻ്റെ മോനാണ് അനുവിനെ കെട്ടാൻ പോകുന്നത്. ഞാൻ ആരാന്ന് അനുവിനോട് ചോദിക്കുക. ഇതാണ് ശിവാനിയുടെ അച്ഛൻ. ഇവനെ പേടിച്ചാണോ കല്യാണം വേണ്ടെന്ന് വെച്ചേ? നിന്റെ മുന്നിൽ വെച്ച് ഞാൻ മാല കൈമാറും. അവളെ താലി കെട്ടി കൂടെ കൊണ്ടുപോകാൻ പോവാ. രജിസ്ട്രാർ ബുക്ക് എടുക്കാൻ റെഡി സാർ. അതിനു മുന്നിൽ ലീഗലായി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് നിയമമൊന്നും ബാധകമല്ലല്ലോ. ഭാസ്കർ, എനിക്ക് കല്യാണം വേണ്ട. എന്താ കല്യാണം വേണ്ടെന്നോ? ഇപ്പൊ അവളെ തന്നെ വേണ്ടെന്ന് പറയുന്നേ. പുറത്തിറങ്ങിപ്പോയി കൂടെ. അയ്യോ ഭാസ്കർ, വേണ്ട, പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. ഭാസ്കർ പറയുന്ന കേക്ക്. അച്ഛൻ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അടികൊണ്ടേക്ക് പ്രശ്നം പരിഹരിക്കാൻ ഇതെന്താ കാളത്തന്തയാ? കല്യാണമാടാ. ഭാസ്കർ, നീ പുറത്തു പോടാ. മോളെ, സോറി മോളെ. അനിയ, ആദ്യം അവരെ വീട്ടിൽ കൊണ്ടാക്ക്. ശരി മുരളി. കം. പെണ്ണ് വീട്ടുകാരനാന്ന് വിചാരിച്ചേ, പക്ഷെ പെണ്ണിന്റെ കെട്ടിയോനാ. വാ. ബംഗാളി ശരിക്ക് കേട്ടോ, കാറിൽ നിന്ന് ചെക്കനും പെണ്ണും ഇറങ്ങി കാല് നിലത്ത് വെച്ച ഉടനെ ഫുഡടിക്കാൻ പോയിക്കരുത്. കാല് നിലത്ത് വെച്ച ഉടനെ പടക്കം പൊട്ടണം. അല്ലടാ, ഇവിടെ പടക്കം പൊട്ടിക്കാൻ പോലും ബംഗാളിയാണോ? അപ്പൊ ബാൻഡിനോ? അവൻ ബംഗാളിയല്ല, അവൻ അതേ നേപ്പാളി. നേപ്പാളിയോ? പിന്നെന്താടാ, ഇവിടെ റോഡ് പണി മുതൽ സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർ വരെ ഹിന്ദിക്കാരും ബംഗാളികളുമാ. അപ്പൊ അവസാനം വരെ നമ്മുടെ നാട്ടുകാർക്ക് ജോലി കൊടുക്കില്ല. തന്നാലും നിങ്ങൾ എവിടെ ജോലി ചെയ്യാനാടാ? ഓണറെ വിളിച്ചിട്ട് സ്പാനർ എടുത്തോണ്ട് വരാൻ പറയും. ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. ശ്രദ്ധിച്ച് കേട്ടോളാം. പടക്കം ഡുമിൽ ഡുമിൽ ഡുമില് ടോപ്പ്, ബാൻഡ് ഡമാൽ 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 സ്റ്റാർട്ട്. എങ്ങോട്ട് നോക്കിയാ? ഇവിടെ ടൈമിംഗ് എന്തെങ്കിലും മിസ്സായാൽ പൈസ നഹി. പൈസ നഹി. ഇവരോട് എങ്ങനെയാ പറഞ്ഞ മനസ്സിലാക്കുക? അവസാനമായിട്ട് ഒരു കാര്യം പറയാം കേട്ടോ. പടക്കം പൊട്ടി തുടങ്ങുമ്പോ ബാൻഡ് സ്റ്റോപ്പ്. ബാൻഡ് സ്റ്റാർട്ട് ആയ ഉടനെ പടക്കം സ്റ്റോപ്പ്. അതായത് ഡുമില് 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 ഡമൽ ഡമൽ. നീ എന്തുവായി പറഞ്ഞു പറഞ്ഞേ? പടക്കം നിർത്തുന്നു, ബാൻഡ് തുടങ്ങുന്നു, ബാൻഡ് നിർത്തുന്നു, പടക്കം തുടങ്ങുന്നു. മതിയാ? ഇതിനാ ഇത്ര ഡയലോഗ്? ഏത് ഭ്രാന്തരാണ് ഇവിടെ പടക്കം പൊട്ടിക്കുന്നത്? അതിന്റെ പണിയാ മുതലാളി. പെണ്ണും ചെറുക്കനും വരുമ്പോഴല്ലേ പടക്കം പൊട്ടിക്കണ്ടേ? അതിന് കല്യാണം നടന്നിട്ടില്ല. കല്യാണം നടന്നില്ലെന്നോ? നിർത്തണടാ. കല്യാണം നിർത്താൻ പറ്റും, പക്ഷെ പാലപ്പടക്കം നിർത്താൻ പറ്റില്ല മുതലാളി. വെള്ളം ഒഴിക്കടാ. വെള്ളം അടിച്ചിട്ട് തന്നെ അവന്മാര് തുടങ്ങിയത്. വെള്ളം ചോദിച്ച പടക്കം കൊണ്ടുവരുന്നത് നിന്നെ കൊന്നുകളഞ്ഞ്. വെള്ളത്തിന് വേണ്ടി പടക്കാനായിട്ട് വെള്ളം കൊണ്ടൊന്ന് പുണ്യാഹം തളിക്കുന്നതാണ്. ഇങ്ങനെ ഒഴിയടാ, ഇങ്ങനെ ഒഴിക്കടാ. ഇപ്പൊ വീട് തന്നെ കത്തിച്ച് ചാമ്പലാക്കിയനാ. അവന്മാര് തുടങ്ങിയോ? നിർത്താൻ പറയടാ മുതലാളി. എന്താണ് ഇത്? ആക്കമുഖ്യ മുതലാളി. നിർത്താൻ പറയടാ. വിവരം കേട്ടാ ആയ
ലഗേജ് പിന്നെ അവന്മാർ എടുക്കുന്നില്ല. നിർത്തണം. ടൈമിംഗ് കറക്റ്റാ സാർ. എടാ ചൊറിയൻ ചേമ്പ എന്താടാ ചൊറിയണ? നിന്റെ സമയം ശരിയില്ലാത്ത അടിക്കുന്നു. ഏയ് പോകാൻ പറയടാ. ഉത്തരവ് മുതലാളി. എല്ലാരും വിട്ടോ 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 പിരിഞ്ഞു പോ പിരിഞ്ഞു പോ പിരിഞ്ഞു പോ. മുതലാളി, മുതലാളി. ഇവനെന്തിനാ അവിടുത്തെ? ക്ഷമിക്കണം മുതലാളി, നിങ്ങൾക്ക് ആദ്യമായിട്ടല്ലേ രണ്ടാം കല്യാണം നടക്കുന്നേ, അതൊന്ന് ആഘോഷമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ. കുറച്ച് ടൈമിംഗ് മിസ് ആയി പോയി. ക്ഷമിക്കണം മുതലാളി, ക്ഷമിച്ചെന്ന് പറ മുതലാളി. പോയിട്ട് അരമണിക്കൂറായി. പോയാ? ഇതേത് വണ്ടിയാ? സദ്യ കൊണ്ടുവരുന്നാണോ? ഇയാളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? മുതലാളിയെ വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞേ. ഈ വിഗങ്ങളിൽ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഇത് തന്നെയല്ലേ രാവിലെ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഈ കുടിയനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. മുതലാളി ഇപ്പൊ വരെ സാറേ. വിളിച്ചോ മുതലാളി? ആരെല്ലാം ചെയ്ത്? ഇവനാ മുതലാളി. അല്ലേ കളോടിയോട് ചോദിക്കും. അഴിച്ചു മാറ്റമല്ല. ശരി മുതലാളി. ഇത് തനിയെ പൊട്ടുന്നതാ. അപ്പൊ പൊട്ടാത്തതല്ല ഇപ്പൊ പൊട്ടുക. വിഷമിക്കണ്ട മുതലാളി, ഇതൊന്നും കണക്കിൽ വരില്ല. ഇതൊക്കെ എവിടുന്ന് കേൾക്കുന്നു? പടക്കം പൊട്ടി ഉടനെ തുടങ്ങി ഇവനാ പറഞ്ഞത്. എന്താ കാശ് കൊടുത്തതല്ലേ, എന്തിനാ വേസ്റ്റ് ആക്കണെന്ന് പറഞ്ഞ് വായിക്കാൻ പറഞ്ഞതാ. പോയി നിർത്താൻ പറഞ്ഞ ആദ്യം. ടൈമിംഗ് കറക്റ്റ് അല്ല സാർ. അയ്യോ, യു ഹാപ്പി? പോയിനടാ, ഒന്ന് പോയിട്ടാ. സാർ എന്നെ എപ്പോഴാ കൊണ്ടുവിടാൻ പോകുന്നേ? ഞാനൊരു ഗവൺമെന്റ് ഓഫീസറാ. കൈക്കൂലി വാങ്ങാൻ പോകുമ്പോ കഞ്ഞി കുടിക്കാൻ പോകുമ്പോ ഒരു ചെറിയ പോലും ഞാനിടില്ല, മനസ്സിലായിക്കോ? ഇയാൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നു? മുതലാളിയെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞേ. ഇയാളെ അയാളുടെ വീട്ടിൽ കൊണ്ടാക്കാനാ പറഞ്ഞേ. തെളിച്ചു പറയണ്ടേ? ഇത് തന്നെയല്ലേ രാവിലെ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. തണ്ണി അടിച്ചിട്ട് എല്ലാം തല തിരിഞ്ഞ ചെയ്തോണ്ടിരിക്കുന്നേ. കൊണ്ടുവിട്. പടക്കം പൊട്ടി, ബാൻഡ് തുടങ്ങാം. അവര് തുടങ്ങി. നിർത്ത നിർത്ത നിർത്ത. ആകാശ്, നീക്കടാ. ഞാനാണ് അവളുടെ പിന്നാലെ പോയത്. അവളല്ലേ പറഞ്ഞ അവള് നിന്റെ അമ്മ ആയിക്കോളാന്ന്. പറഞ്ഞോ ഇല്ലയോ? അങ്ങനെ പറഞ്ഞിട്ട് എന്തിനാണ് എല്ലാരും നാണം കെടുത്തിയത്? വാടാ. ഞാൻ അച്ഛനാന്ന് പറയാൻ നിനക്കിപ്പോ നാണക്കേടല്ലേ? നിനക്ക് എന്നെ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ എന്ന് വെച്ചാ എനിക്ക് ജീവന്റെ ജീവന. നീ അന്ന് ചോദിച്ചില്ലേ നിന്റെ അമ്മയെ പോലെയാണോ അവരെന്ന്? നിന്റെ അമ്മയ്ക്ക് പകരമാകാൻ ആർക്കും ആവില്ല. കുഞ്ഞിന്റെ ജന്മത്തോടെ അമ്മയെ നഷ്ടപ്പെട്ടു പോകുന്ന ഡോക്ടർ പറഞ്ഞ കാര്യം മറച്ചു വെച്ച് എനിക്ക് വേണ്ടി നിന്നെ നൊന്തുപെറ്റ നീ ജനിക്കുന്നതിന് മുന്നേ നിന്നെ സ്നേഹിച്ചവൾ ആരെക്കൊണ്ട് നിന്റെ അമ്മയെ പോലെ ആവാൻ പറ്റില്ല. ഞാൻ വഴക്കാളിയാടാ, പഠിപ്പില്ലാത്ത റാസ്കൽ. എന്നാൽ അവളെ പോലെ കൊടുത്ത വാക്ക് ഞാൻ മാറ്റില്ല. ഇനി മേല അമ്മ ഗിമ്മ എന്ന് പറഞ്ഞ ആരെങ്കിലും വിളിച്ചോണ്ട് വന്ന എന്റെ സ്വഭാവം മാറും. ഗുഡ് നൈറ്റ്.
ഇനി അച്ഛനെയും അമ്മയും കല്യാണം കഴിപ്പിക്കാന്നുള്ളത് നടക്കാത്ത കാര്യോ? എന്താ രണ്ടാളും ഡള്ളായിരിക്കുന്നേ? ഞങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി. നീയും അമ്മയും കൂടി ആദ്യം കാനഡയ്ക്ക് പോകുന്നു. ഓക്കെ? അവിടെ പോയി മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ട് തിരിച്ചു വന്ന് നമുക്കെല്ലാവർക്കും ഒരേ വീട്ടിൽ ഒന്നിച്ചു കഴിയാം. താങ്ക് യു അച്ഛാ. വെള്ളാരം കുന്ന് അതിൽ മോഹത്തിൻ കൂട്, മഞ്ചാടി കാടും ഒരു തൂവൽ തേരും. പഞ്ചമി തിങ്കൾ ഒരു വെള്ളിക്കിണ്ണം പോലെ പാലൊളി തൂകുന്നൊരു മേലാപ്പാകും. ഓ മഞ്ഞള മൂടിയ കാടിത് ഓണത്തുമ്പിതൻ വീട്. ഓ നെഞ്ചിൽ തേനും പേറിപ്പോകും കാറ്റിനെ ആ ഓണത്തുമ്പി മോഹം തോന്നി പ്രേമിച്ചു. കള്ളം ഇല്ല കുഞ്ഞു മോഹമായി മണ്ണും കൂടും വിട്ട കാറ്റിലായി. വാനിലൂടവൾ പാറവേ വസന്തം വന്നു ചേരുന്നു ആകവേ. ഇനിയും കാത്തിരിക്കാം കാത്തിരിക്കാം ഏറെ കാലങ്ങൾ. വെള്ളാരം കുന്ന് അതിൽ മോഹത്തിൻ കൂട്, മഞ്ചാടി കാടും ഒരു തൂവൽ തേരും. ഉള്ളം തൊട്ട് സത്യം ചൊല്ലാൻ മടിയുമായി ഓ ചാരത്തെത്തും നേരം ആകെ മൗനമോ. ഉള്ളിനുള്ളിൽ പൂക്കും ആശകൾ നിന്റെ കൺകൾ അത് ചൊല്ലവേ. സ്വയംവരം തേടുന്നു കാണും നാമനം ഞാനിതാ ഞാനിതാ. ഇനിയും കാത്തിരിക്കാം കാത്തിരിക്കാം ഏറെ കാലങ്ങൾ. വെള്ളാരം കുന്ന് അതിൽ മോഹത്തിൻ കൂട്, മഞ്ചാടി കാടും ഒരു തൂവൽ തേരും. നോക്ക്, കുട്ടികൾ എത്ര ഹാപ്പിയാണല്ലേ. പക്ഷെ കാനഡ പോയ ശേഷം അവളെ ഇങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടി അഭിനയിച്ചതിന് ഒരുപാട് താങ്ക്സ്. മുതിർന്നവരുടെ മുമ്പിൽ നുണ പറഞ്ഞ് അഭിനയിക്കുന്ന വളരെ ഈസിയാ. കുഞ്ഞുങ്ങളുടെ മുമ്പിലാകുമ്പോൾ അത് വലിയ കഷ്ടം.
rabbit. Wait, rabbit. ആകാശ്, ശിവാനി എവിടെ? ശിവാനി ഇപ്പോഴും ഉണ്ടായിരുന്നല്ലോ. എടാ നിങ്ങൾ ഒരുമിച്ചല്ലേ കളിച്ചോണ്ടിരുന്നത്, നോക്കണ്ടേ? ശിവാനി, 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 ശിവാനി. സഞ്ജയ്, ശിവാനി എവിടെ? ശിവാനിയോ? എന്താ എന്നോട് ചോദിക്കുന്നത്? ഞാനിപ്പോ എത്തിയുള്ളൂ. സഞ്ജയ്, കള്ളം പറയരുത്. നീ ആയിരിക്കും എന്തെങ്കിലും ചെയ്തിരിക്കുക. ഏയ്, സത്യമായിട്ട് എനിക്കറിയില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. കമാൺ ശിവാനി. ശിവാനി, ശിവാനി, ശിവാനി. വാ മോളെ അനു, വാ വാ വാ. കൊച്ചിനെ നോക്കി വന്നതാ. ഇവള് മൊയിലിനെ തേടി വന്നതാ. രണ്ടുപേരും കൃത്യമായ സ്ഥലത്താ വന്നിരിക്കുന്ന. ശിവാനി, പേരും കൊച്ചിനെ പോലെ തന്നെ മനോഹരം. എന്താടാ നോക്കുന്നേ? അനുവിനോട് ഞാൻ ആരാണെന്ന് പറയേ. നീ പറയില്ല? ശരി, ഞാൻ തന്നെ പറയാം. അനു, ഈ ക്രിമിനലിനെ ജനിപ്പിച്ചിട്ട് ഉള്ളു നീറി കഴിയുന്ന അച്ഛനാണ് ഞാൻ. ഇതാണ് അവൻ്റെ അമ്മ. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്റെ മോൻ ചെയ്ത തെറ്റിന് നിന്നോടും എന്റെ കൊച്ചുമോളോടും ഞാൻ മാപ്പ് ചോദിക്കുക. ശിവാനി, വാ. ഇതെന്റെ കൊച്ചുമോളാടാ. ഏയ്, ആരും അറിയാതെ നിങ്ങൾ കുട്ടികളെ തട്ടിക്കൊണ്ടൊന്നുകൂടെ നിർത്തിയിരിക്കാണോ? ഇവരെ കാണാത്തോണ്ട് ഞങ്ങൾ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? ഞാൻ അവളുടെ മുത്തച്ഛനാ. ഏയ്, മുത്തച്ഛനെ മുത്തച്ഛി അങ്ങ് വീട്ടില്. അനു, വാ വാ. ആരടാ അവൻ? പിന്നെ നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നോ? കിഷോർ, ഞാൻ നിങ്ങൾ എന്തിനാ പറ്റിക്കുന്നേ? ഇവനാ എൻ്റെ പ്രശ്നം. ഇവൻ ജീവിച്ചിരിക്കുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനുള്ളതാണോ പ്രശ്നം? അപ്പോ ഇനി അവനുണ്ടാവില്ല.